ശബരിമല വിഷയത്തിലൂടെ 2026 നേട്ടം കൊയ്യാൻ പോകുന്നത് ആരായിരിക്കും എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. കാരണം 2019 നടന്ന തെരഞ്ഞെടുപ്പിൽ, അതിന് തൊട്ടു മുമ്പ് നടന്ന ശബരിമല യുവതീ പ്രവേശം, അതിൻ്റെ ഗുണഭോക്താക്കളായി മാറിയത് കോൺഗ്രസ്സുകാരാണ്. കാരണം ഈ ഗ്യാലറിയിലിരുന്ന് കളി കണ്ട് അവരാണ് ഇറങ്ങി വന്ന് സമ്മാനവും വാങ്ങിച്ചു പോയത്. പിന്നെ അതിനകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആ പുങ്കവൻ ഇവിടെ കേരളത്തിൽ വയനാട്ടിൽ വന്നു നിന്ന് മത്സരിച്ചു. അപ്പോൾ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ ഈ കോൺഗ്രസ്സുകാർ പറ്റിച്ചു, പ്രത്യേകിച്ച് വയനാട്ടുകാരെ. അടുത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് എന്ന് പറഞ്ഞു. ജനങ്ങൾക്കറിയാമായിരുന്നു മിക്കവർക്കും, അതായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി 2019 ഒരു കാലത്തും രാഹുൽ ഗാന്ധി ആകില്ല എന്നുള്ളത്. ഇപ്പം അത് ഇന്ത്യ മുന്നണിയിലുള്ളവർക്കും കൃത്യമായി മനസ്സിലായി. അതുകൊണ്ടാണ് മമതയെ പോലുള്ളവരും അരവിന്ദ് കെജ്രിവാളിനെ പോലുള്ളവരൊക്കെ അതിനകത്തുനിന്ന് പിന്മാറ്റം നടത്തുന്നത്. ഇപ്പോൾ CPM-കാരും ഒക്കെ ഇടഞ്ഞു നിൽക്കുകയാണ് ഈ ഇന്ത്യ മുന്നണിക്കകത്ത്. കാരണം രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വിദ്വാനെ ഇവിടെ പാർലമെൻറ്റിൽ കാണുന്നില്ല. പാർട്ടി ആ മുന്നണിക്ക് തന്നെ മൊത്തത്തിൽ ദോഷമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന അവസരത്തിൽ ഇവർക്ക് ഇനി ഇതിൻ്റെ നേട്ടം ഉണ്ടാക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് ഇനി കണ്ടറിയണം. അതായത് 2026 ഇപ്പോൾ കോർപ്പറേഷൻ അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസ്സിന് മികച്ച നേട്ടം കൈവരിക്കാനായിട്ട് കഴിഞ്ഞു. അത് കേരളത്തിലൊരു അതിശക്തമായിട്ടുള്ള ഒരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ജനം കരുതുന്നുണ്ട് BJPക്ക് 2026 അധികാരത്തിൽ വരാൻ ആയിട്ടില്ല. അത് ഇവരൊരു 26 ഒരു 10 സീറ്റ് അല്ലെങ്കിൽ 12 സീറ്റ് പിടിച്ചെടുത്തതിന് ശേഷം പിന്നീടായിരിക്കും ഇവർക്ക് മേൽക്കൈ ഉണ്ടാകാൻ പോകുന്നത് എന്ന് ജനം മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് പിൽക്കാലത്ത് ഇവർക്ക് ഭരണം പിടിച്ചെടുക്കാൻ കഴിയും. പക്ഷെ ചിലയിടങ്ങളിൽ BJPക്ക് കടന്നുകയറ്റം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ വളരെ മുന്നേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, തിരുവനന്തപുരം ജില്ലയിൽ തന്നെ, അതിൽ തിരുവനന്തപുരം നഗരഹൃദയത്തിൽ തന്നെ നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം പറയുമ്പോൾ ജില്ലയ്ക്കകത്ത് വരുന്നത് കാട്ടാക്കട, അതുപോലെ തന്നെ ആറ്റിങ്ങൽ എന്നീ പ്രദേശങ്ങളൊക്കെ വരികയാണ്. എങ്ങനെ വന്നാലും ഒരു 5 സീറ്റെങ്കിലും പിടിക്കുമെന്നുള്ള കണക്കുകൂട്ടലാണ് BJPക്കുള്ളത്. ശബരിമല വിഷയം ഇവർക്ക് കൂടി അനുകൂലമായി മാറും എന്നുള്ളതാണ് തെളിയുന്നത്. ശബരിമല വിഷയത്തിനകത്ത് കോൺഗ്രസ്സുകാർ എത്ര മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് അറിയത്തില്ല. പക്ഷെ കേരളത്തിലൊരു ഭരണവിരുദ്ധ വികാരം, ഒരു പിണറായി വിരുദ്ധ തരംഗം നിൽക്കുന്നത് കൊണ്ട് അതിൻ്റെ നേട്ടം ഇവർക്ക് കൊയ്യാമെന്നും കണക്ക് കൂട്ടുന്നുണ്ട്. അതാണ് ഈ കോൺഗ്രസ്സുകാർ കച്ചകെട്ടിയിരിക്കുന്നത്. ഇപ്പം കോർപ്പറേഷൻ ഇലക്ഷനിലെ തിരുവനന്തപുരത്തിൽ അല്പം നില മെച്ചപ്പെടുത്തി 10 നിന്ന് 19 എത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ അത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കണമെന്നില്ല എന്നുള്ളതാണ്. അതുപോലെ BJPക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുന്നത്, ശബരിമല സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ട ജില്ലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും, കോന്നിയിലും മറ്റുമൊക്കെ. അതുപോലെ റാന്നി നിയോജക മണ്ഡലത്തിലും, റാന്നി നിയോജക മണ്ഡലത്തിൽ തന്നെയാണ് ശബരിമല സ്ഥിതി ചെയ്യുന്നത്, പത്തനംതിട്ട ജില്ലയിലെ. നിലവിൽ പത്തനംതിട്ട ജില്ലയിലെ 5 സീറ്റിലും CPM ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, LDFന്റെ കൈവശമാണ്. തിരുവല്ലയും റാന്നിയും കോന്നിയും അടൂരും ഒക്കെ തന്നെ. അപ്പോൾ അത്തരത്തിൽ ഇവർക്ക് അവിടം പിടിച്ചെടുക്കാൻ കഴിയുന്നതിൽ നോട്ടമുള്ളത് തിരുവല്ലയാണുള്ളത്. തിരുവല്ല ഏതാണ്ട് ഉറപ്പായും പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള രീതിയിലാണ് അനൂപ് ആന്റണിയെ അവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കാൻ പോകുന്നത്. അത് ഒരു ക്രൈസ്തവരിലെ ഒരു മുഖമാണല്ലോ അനൂപ് ആന്റണി.
തീർച്ചയായിട്ടും മർത്തോമാ സഭയുടെ ആസ്ഥാനമായ തിരുവല്ലയിൽ നിന്ന് ക്രൈസ്തവ സമുദായത്തിൻ്റെ വോട്ട് നന്നായി സമാഹരിക്കാൻ കഴിയും. മർത്തോമാ സഭയും BJPയും തമ്മിൽ വലിയ ഒരു അടുപ്പമുണ്ട്. മാർത്തോമാ സഭയുടെ അധിപനായിട്ട് മാർ ക്രിസോസ്റ്റം തിരുമേനി ഇരിക്കുമ്പോൾ നരേന്ദ്രമോദിയുമായിട്ടൊരു വലിയ ബന്ധം സ്ഥാപിച്ചതും ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് ഇനിയും ഇപ്പോഴും തുടർന്നു കൊണ്ടുപോകുന്നുണ്ട്. അത് വോട്ടാക്കി മാറ്റാമെന്നുള്ള കണക്കുകൂട്ടലുമുണ്ട്. അതുകൊണ്ടാണ് BJPയിലെ ക്രൈസ്തവ മുഖമായ അനൂപ് ആന്റണിയെ തിരുവല്ലയിൽ മത്സരിപ്പിക്കാൻ തീർച്ചപ്പെടുത്തുന്നത്. മാത്യു ടി തോമസ് ഇപ്പോൾ അവിടെ ജനങ്ങൾക്ക് പരാതിയുമുണ്ട്. ഒരു പരാജയം ആണ് അവിടെ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് ഇടങ്ങളിൽ ആറന്മുള BJPക്ക് ഒരു കടന്നുകയറ്റം ഉണ്ടാക്കാവുന്ന ഇടമാണ് എന്നുള്ള കണക്കുകൂട്ടലുണ്ട്. കുമ്മനം രാജശേഖരനെ അവരെ അവിടെ മത്സരിപ്പിക്കാൻ ഇറക്കും എന്നും പറയുന്നുണ്ട്. 2016 MT രമേശാണ് അവിടെ മത്സരിച്ചത്. 2016 വീണ ജോർജ് വരുന്നത്. 2016 പിന്നീട് 2021 മത്സരത്തിൽ വിജയമുണ്ടായി വന്നു കഴിയുമ്പോഴാണ് ആരോഗ്യമന്ത്രിയായി മാറുന്നത്. അപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ എന്തായാലും അവർക്ക് നേട്ടം ഉണ്ടാക്കാം. അതുപോലെ ഒരു സീറ്റെങ്കിലും അവർ നേടിയിരിക്കും. ആലപ്പുഴ ജില്ലയിലേക്ക് നമ്മൾ വരുമ്പോൾ, ആലപ്പുഴയിൽ അതിനു മുമ്പ് നമുക്ക് കൊല്ലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കൊല്ലം ചാത്തന്നൂരിൽ ഇവർക്ക് വളരെ പ്രതീക്ഷയാണ്. മുമ്പ് 2ാം സ്ഥാനം എത്തി നിൽക്കുകയാണ്. 2ാം സ്ഥാനം എന്ന് പറഞ്ഞാൽ 1ാം സ്ഥാനവുമായിട്ട് വലിയ വ്യത്യാസമില്ല, അന്തരമില്ല. അതുകൊണ്ട് അത് ഇക്കുറി നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള കണക്ക് കൂട്ടലുണ്ട്. അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിൽ ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കിയ ഒരു കടന്നുകയറ്റമുണ്ടല്ലോ. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തെ മുഴുവൻ ഇളക്കി മറിച്ചുകൊണ്ട് 2,48,000 വോട്ടാണ് അവിടെ നിന്ന് പിടിച്ചത്. അതിൽ മികച്ച പ്രകടനം നടത്തിയ ഇടമായിരുന്നു കായംകുളം. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വലിയ പ്രതീക്ഷയും ഉണ്ട്. അത് കായംകുളത്ത് നിന്ന് തന്നെ BJPക്ക് ഒരു സീറ്റ് കിട്ടുമെന്നുള്ളൊരു കണക്കുകൂട്ടലുണ്ട്. അതുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രനെ തന്നെ കായംകുളത്തേക്ക് മത്സരിപ്പിക്കാൻ ഇറക്കും എന്ന് തീർച്ചപ്പെടുത്തുന്നത്. ശോഭാ സുരേന്ദ്രന്റെ പേര് തൃശ്ശൂർ ജില്ലയിലെയും തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ നിയമസഭയിലും പറയുന്നുണ്ട്. പക്ഷേ കൂടുതൽ സാധ്യത, കാരണം ഇപ്പൊ തൊട്ടു മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മുഴുവൻ ഇളക്കി മറിക്കാനായിട്ട് ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു. അത് കൂടുതൽ നേട്ടത്തിലേക്ക് മാറ്റാൻ കഴിയും. കാരണം ഈ പറഞ്ഞ ജില്ലകളിലൊക്കെ BJPക്ക് ഒരു വിജയം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം പിടിച്ചതിൻ്റെ ഒരു തുടർ ചലനമാണ് ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത്. ആലപ്പുഴയിൽ നമ്മൾ നേരെ പോയാൽ തൃശ്ശൂരിലേക്ക് വരിക. തൃശ്ശൂരിൽ തീർച്ചയായിട്ടും BJP അവിടെ കോർപ്പറേഷനിൽ സീറ്റ് നില ഉയർത്തി. സുരേഷ് ഗോപിയുടെ മികച്ച പ്രകടനം, മികച്ച പാർലമെന്റേറിയനായി നിന്നുകൊണ്ട് ആ മണ്ഡലത്തിൽ മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്ന പ്രകടനം, ഇതൊക്കെ BJPക്ക് അനുകൂലമാക്കി മാറ്റാം എന്നുള്ള കണക്കുകൂട്ടലുണ്ട്. 7 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരിടത്ത് മാത്രമാണ് BJP പിന്നിലേക്ക് പോയത്, അതായത് ഗുരുവായൂർ മണ്ഡലത്തിൽ. അത് നമുക്കറിയാം, അത് ലീഗിൻ്റെ ആധിപത്യമുള്ള മണ്ഡലമാണ്. അതുകൊണ്ട് തൃശ്ശൂരിൽ നിന്നും ഇവർ കുറഞ്ഞത് ഒരു 2 സീറ്റെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരവും ഉദുമയും ഒക്കെ തന്നെ, അതുപോലെ കോഴിക്കോട് ഇവരൊരു മുന്നേറ്റം ഉണ്ടാക്കും. കാരണം കോഴിക്കോട് കോർപ്പറേഷനിൽ 6 നിന്ന് 13 എത്തിയിരിക്കുകയാണ്. അതൊന്നും നമ്മളൊരു നിസ്സാരപ്പെട്ട കാര്യമായി കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ BJPക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ശബരിമല വിഷയം അവർക്ക് അതിൻ്റെ ഗുണഭോക്താക്കളായി മാറാൻ കഴിയും എന്നുള്ളതിൻ്റെ സൂചനയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും അതിശക്തമായിട്ടുള്ള രീതിയിൽ മുമ്പോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ കണക്ക് കൂട്ടിയതിനപ്പുറത്തേക്ക് നിയമസഭാ സീറ്റ് നേടിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് ഉണ്ടാകാൻ പോകുന്ന വിജയമെന്ന് പറയുന്നത് മറ്റ് 2 മുന്നണികളെയും വെട്ടിലാക്കിയിരിക്കുകയാണ്. അവരെ വലിയ അങ്കലാപ്പിൽ എത്തിച്ചിരിക്കുകയാണ്. കാരണം വട്ടിയൂർക്കാവിലും നേമത്തും കഴക്കൂട്ടത്തും LDFും UDFും കൂടി ചില അടിയൊഴുക്കുകൾ തന്നെ സൃഷ്ടിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. കാരണം BJPയെ പരാജയപ്പെടുത്തണം എന്നുള്ളത് കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള നീക്കുപോക്കിലേക്ക് കാര്യങ്ങൾ മാറും എന്നും ഉറപ്പായിരിക്കുകയാണ്. അത് പ്രധാനമായി ഈ മൂന്ന് മണ്ഡലങ്ങളിലായിരിക്കും, നേമവും
വട്ടിയൂർക്കാവും അതുപോലെ തന്നെ കഴക്കൂട്ടവും. കാരണം ഇതായിരിക്കും BJP തിരുവനന്തപുരം ഉള്ള നിയമസഭാ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാൻ പോകുന്ന മണ്ഡലങ്ങളായിട്ട് കണക്ക് കൂട്ടുന്നത്. അത് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കാരണം കോർപ്പറേഷനിൽ ഉണ്ടായിട്ടുള്ള ഫലം അത്തരത്തിലുള്ള വലിയ ഒരു ഫലമാണ് കിട്ടിയിരിക്കുന്നത്. അതെന്തായാലും BJP കേരളത്തിൽ ശബരിമല വിഷയം നന്നായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇനിയും നേട്ടം കൊയ്യാം. അതിൻ്റെ പ്രധാന ഗുണഭോക്താക്കളായി BJPക്ക് തന്നെ മാറാൻ കഴിയും എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.